നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങൾ ആരാണെന്ന് അജയനോട് ചോദിച്ചാ മതി, പറഞ്ഞുതരും. എന്താ ഏട്ടാ, എന്താ ഇതൊക്കെ? ഇവരൊക്കെ ആരാ? എന്തിനാ മാനസമോളെ തിരക്കുന്നേ? ആദ്യം മാനസെ വിളിക്ക്, അതിനുശേഷം പറയാം അവളെ എന്തിനാ വിളിക്കുന്നതെന്ന്. അവളെ വിളിക്കാൻ. മോളെ, മോളെ മാനസേ, മോളെ. എന്റെ മോനെവിടെ? ചോദിച്ചു കേട്ടില്ലടി, എന്റെ മോൻ എവിടെ എവിടെന്ന്? എനിക്കറിയില്ല. എന്റെ മോൻ എവിടെ? എനിക്കറിയില്ല. പറയാൻ നിനക്കറിയില്ലേ എന്റെ മോൻ എവിടെ ഇടുന്നു? ആവശ്യത്തെ കാര്യത്തിൽ ഇടപെടാതെ മാറിയിരിക്കുക. ഇത് എന്റെ മോന്റെ കാര്യമാണ്. ആരുടെ കാര്യമായാലും ചോദിക്കുന്നതിന് രീതിയുണ്ട്. സുനിൽ എവിടെയുണ്ടെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? കള്ളം പറഞ്ഞാലുണ്ടല്ലോ. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. ആദ്യം അവൾ സത്യം പറയട്ടെ. എന്താ എന്താ ഇവിടെ പ്രശ്നം? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ആരാണെന്നുള്ള കാര്യം അത് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഇവള് പറയട്ടെ. എന്താ മോളെ, ആരാ അത്? അങ്കിളെ, ഇവരുടെ മകൻ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ല, സത്യമായിട്ടും അറിയില്ല. കളിക്കുന്നോളാ വിടി. ചോദിക്കാനും പറയാനും ആരില്ലാത്ത വീടാണെന്ന് വിചാരിച്ചോ? സാറേ, ഇതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന കേസല്ല. 2 ആഴ്ചയായി സുനിലിനെ കാണാനായിട്ട്. സുനിൽ ഈ നാട്ടിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് എല്ലാ തെളിവുകളും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. മാനസെ അറിയാതെ സുനിൽ എവിടെയും പോവില്ല. എടോ, തന്നോട് തന്നെയല്ലേ പറഞ്ഞ അവക്കൊന്നും അറിയില്ലാന്നുള്ളത്. പിന്നെന്താ മറുപടി പറയണ്ടേ? ഇവള് പഠിച്ച കള്ളിയാ. എന്റെ മോനെ കറക്കിയെടുത്ത് കോടികൾ കൈക്കലാക്കിയിട്ട് മുങ്ങിയവളാ ഇവൾ. എന്നിട്ടിപ്പൊ നീ നല്ല വെള്ള ചമയുന്നോ? നിന്നെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ലടി. എന്നെ നിങ്ങൾ കൊന്നാലും ശരി, എനിക്കറിയാമെങ്കിലല്ലേ മറുപടി പറയാൻ പറ്റൂ.
പോടോ, പോ, പോ അങ്ങോട്ട്. അങ്ങോട്ട് പോടാ. ദേവേട്ടാ, അയ്യോ. ഏയ്, അയ്യോ, ആന്റി. ദേവേട്ടാ, ദേവേട്ടാ. അനങ്ങി പോടുന്നു ഇവിടെ തീർത്തു വെച്ചാൽ ചേട്ടാ, വേണ്ട ദേവേട്ടാ. പറടി ഞങ്ങളുടെ മോൻ ഇവിടെ ഉണ്ട്. എനിക്കറിയില്ല. എന്റെ മോൻ നീ അറിയാതെ ഒരിടത്തും പോവില്ല. അവളെ ഒന്നും ചെയ്യല്ലേ. പറടി നിങ്ങൾ തമ്മിൽ കാണാറുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സത്യം പറ, എന്റെ മോൻ എവിടെയുണ്ട്? മഹേന്ദ്ര സാറേ, ഞങ്ങളുടെ മോളെ ഉപദ്രവിക്കരുത് പ്ലീസ്. വിടിജേ, വിട്. വേണ്ട. സുനിലിനെ പിന്നെ ഞങ്ങൾ ആരും കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷേ ദാ ഇവൾക്കറിയാം ഞങ്ങളെ മോൻ എവിടെയുണ്ടെന്ന്. കണ്ടോ ചേട്ടാ, ഈ മാസം ആദ്യം ഞങ്ങളുടെ മോൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങിയതിന്റെ തെളിവായത്. ഇവളെ കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ ഈ നാട്ടിലേക്ക് വന്നത്? കഴിഞ്ഞ 6 മാസത്തിനിടയില് പലതവണ ഞങ്ങളുടെ മോൻ ഈ നാട്ടിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട അവനിങ്ങനെ മിസ്സാവുന്നത്. അജയ, വെറുതെ പ്രശ്നം വലുതാക്കാതെ ഉള്ള സത്യം പറഞ്ഞു. ഷോ, സുനിലിനെ നിങ്ങൾ വല്ലതും ചെയ്തോ? ശർമാജി, വെറുതെ ദൈവദോഷം പറയല്ലേ. ഞങ്ങൾ സുനിലിനെ പിന്നെ കണ്ടിട്ട് പോലുമില്ല. ദേവേട്ടാ, പോലീസിനെ വിളിക്ക്. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ചേട്ടാ, വിളിക്ക്. പോലീസ് വന്നാലേ ഞങ്ങളുടെ ചില കാര്യങ്ങൾക്ക് തീരുമാനമാവും. വിളിക്ക്. മനസ്സ നോക്ക്, നീ വെറുതെ നിനക്ക് അഭയം തന്നവരെ ശല്യപ്പെടുത്താതെ സത്യം പറഞ്ഞോ. എന്റെ മോൻ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഞാൻ സുനിലിനെ പിന്നെ കണ്ടിട്ടില്ല. കൊള്ളാം, പഠിച്ച കള്ളിയാ നീ. സത്യം പറഞ്ഞ നിനക്കിവിടെ ഉള്ള ഇമേജ് പോകുമെന്ന് കരുതിയിട്ടല്ലേ നീ കള്ളം പറയുന്നേ? ആന്റി, ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞതല്ല. സുനിലിനെ ഞാൻ ഒരിടത്ത് ഒഴിവാക്കിയിട്ടില്ല. അവനാണ് എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞത്. നിർത്തടി. നീ ആര് പതിവ്രതയോ? മര്യാദയ്ക്ക് ഞങ്ങളുടെ മോനെ തിരിച്ചു തരാൻ നോക്ക്. എന്താ മോഹിനി മാഡം, മാനസമോക്ക് അറിയില്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെ പറയും? നിങ്ങൾ ആരും കരുതുന്നവളല്ല ഇവള്. ദുബായ് പോലൊരു നഗരത്തിൽ നിന്നും കോടികൾ മുക്കിയിട്ട് തന്ത്രപൂർവ്വം നാട്ടിലേക്ക് വന്നവളാ. ചേട്ടാ, അതുകൊണ്ട് അറിയാവുന്ന സത്യം ഇവള് പറഞ്ഞേ പറ്റൂ. ആന്റി, എന്നെ കൊന്നാലും ഇനി എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ നിനക്കിനി ഒരു ദിവസം കൂടെ ഞങ്ങൾ നീട്ടിത്തരും. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ മോൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് നീ കണ്ടോ. മോളെ, മോളെ. ഇവിടെ എല്ലാവരോടും കൂടി പറയുവാ, ഓർത്തോ. മണി വാ.